റമദാൻ ഒന്നിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു വ്ളോഗായിട്ട് വന്നാൽ ഞങ്ങൾ. ഹായ് ഗായ്സ്, സാലിസ് റിയാജി പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് റമദാൻ ഒന്നല്ലേ, അപ്പോൾ ആ റമദാൻ ഒന്നിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടൊരു വ്ളോഗായിട്ട് വന്നാൽ ഞങ്ങൾ. ആ വിശേഷങ്ങളും അതിൽ ഞങ്ങൾക്ക് ഒരു കിറ്റ് കിട്ടിയത് കാണിക്കാനും അതുപോലെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ച് വന്നതാട്ടോ. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ വിചാരിച്ചതിലും സന്തോഷമായിട്ട് ഞങ്ങൾക്കൊന്ന് ഫസ്റ്റ് നോമ്പ് തുറക്കാൻ പറ്റി. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ട് എൻ്റെ റമദാൻ മാസം വന്നതിലിപ്പോൾ ആദ്യത്തെ ജോലിയില്ലാത്ത റമദാൻ മാസം, സാമ്പത്തികമായിട്ട് വളരെ ഞെരുക്കുള്ള റമദാൻ മാസം എന്ന് പറയാം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പോൾ മുന്നോടിയായിട്ട് ഞങ്ങൾക്ക് ഒരു കിറ്റ് കിട്ടി. എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു കമ്മിറ്റി മുഖാന്തരം കിട്ടിയതാണ്. അതാണ് ഫസ്റ്റ് കിറ്റ് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നത്. ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടുന്നതാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അവർ തരുന്നതാണ്. അൽഹംദുലില്ലാഹ്, അത് മുതൽ ഇന്ന് ഇപ്രാവശ്യത്തെ റമദാൻ നമുക്ക് തുടക്കമായിട്ടുണ്ട്. മാഷാ അല്ലാഹ്, ഞങ്ങൾ 2 മക്കളും ഇന്ന് നോമ്പെടുത്തു. മൂത്താളെടുത്തു, രണ്ടാമത്തെ ആളെടുത്തു. അൽഹംദുലില്ലാഹ്, റാഹത്താണ്. അവർക്കൊക്കെ തൃപ്തിയായി. അവരൊക്കെ തൃപ്തിപ്പെടുത്താൻ എന്നെ കൊണ്ട് സാധിച്ചു. അപ്പോൾ ഇന്നത്തെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടിട്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ കിറ്റ് നോക്കാം, കിറ്റിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് കുക്കിംഗ് വീഡിയോസാണ് ഇന്നത്തെ റമദാൻ ഫസ്റ്റിൻ്റെ സ്പെഷ്യൽ വിഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ തന്നെ സാലിസ് റിയാലിറ്റി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നുണ്ടെങ്കിൽ ദയവ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മളെ കറക്റ്റൊക്കെ സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണാനൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം കേട്ടോ. നമ്മളെ കൂടെ പിടിക്കാനാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ വളർച്ച. അപ്പോൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് വിത്തിൽ കിട്ടിയ സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. പഞ്ചസാര ഉണ്ട്, ഓയിലുണ്ട്, അതുപോലെ അജ്മിൻ്റെ പൊട്ടുപൊടിൻ്റെ പാക്കറ്റും ചായപ്പൊടിയും ആട്ടയും മൈദയും ഉണ്ട് കേട്ടോ. കുറേ സാധനങ്ങളാണ് ഞങ്ങൾക്ക് കിറ്റിൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെക്കണമല്ലോ. ഉരുളക്കിഴങ്ങൊക്കെ ക്ലീനാക്കി നമ്മൾ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചിക്കനും ക്ലീൻ ചെയ്ത് ചിക്കനും ഉരുളക്കിഴങ്ങിൻ്റെ കൂടെ തന്നെ പുഴുങ്ങാൻ വെക്കുകയാണ് കേട്ടോ. രണ്ടും കൂടി ഒരുമിച്ച് അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. ചിക്കനും ഉരുളക്കിഴങ്ങ് കൂടി പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെച്ചിട്ടോ. അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഉന്നക്കായ്ക്കുള്ള പഴം പുഴുങ്ങാൻ വെക്കാം. നമ്മൾ സ്റ്റീമറിലാണ് കേട്ടോ പുഴുങ്ങാൻ വെക്കണത്, വെള്ളത്തിലിട്ട് പുഴുങ്ങല്ല. അപ്പോൾ കുക്കർ വിസിലടിയുണ്ട് നമ്മൾ. അപ്പോഴേക്കും അതിലേക്കുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയും പച്ചമുളകൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളി കട്ട് ചെയ്യുക, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതക്കുക, പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മസാലയ്ക്ക് വേണ്ടി നമുക്ക് റെഡിയാക്കാം കേട്ടോ. പഴം വെന്ത് വരണം, അതുപോലെ കുക്കറിൻ്റെ വിസിലൊക്കെ പോകണമല്ലോ. അപ്പോൾ ആ ഉള്ളിയൊക്കെ അരിഞ്ഞ് നമുക്ക് പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയാം കേട്ടോ. പിന്നെ അപ്പോഴല്ലേ നല്ല എരിവും ഇതൊക്കെ അതിലേക്ക് പിടിക്കുള്ളൂ. പിന്നെ ഇഞ്ചി ചതുക്കാണ്, വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ റെഡിയാക്കി ഇനി ഗ്യാസ് കത്തിച്ച് നമുക്കൊക്കെ ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗ്യാസ് മേലെ ഒരു പാൻ വെച്ച് അതിലേക്ക് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് താളിക്കാൻ വെക്കാണ്. കൂടെ തന്നെ വേഗം താളി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പെല്ലാം ഭാഗത്തേക്ക് മിക്സ് ചെയ്തൊന്ന് അടച്ചു വെക്കാം കേട്ടോ, ഒന്ന് വേഗം താളാൻ വേണ്ടി. അതപ്പോഴേക്ക് നമുക്ക് പഴം വേവാൻ വേണ്ടി അടുപ്പത്തേക്ക് വെക്കാം. സ്റ്റീമറിലാണ്ട് പോയി ഇങ്ങനെ ആ ഉന്നക്കായ്ക്കുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കാം. തേങ്ങയും അതുപോലെ തന്നെ തേങ്ങ ചിരകിയെടുക്കുക. അപ്പോഴൊക്കെ നമ്മൾ മസാല റെഡിയുണ്ട് കട്ട്ലേറ്റിലേക്കുള്ള. അപ്പോൾ അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ബാക്കി ചേർത്ത് കൊടുക്കണം. എന്തൊക്കെ വെച്ചാൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് അത് കഴിഞ്ഞ് കുറച്ച് ഗരം മസാല അഥവാ നമ്മൾ പൊടിച്ച് വെക്കണ ബിരിയാണി മസാല ഉണ്ടല്ലോ, അത് ഇത്തിരി ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വീണ്ടും അതിലേക്ക്
നന്നായിട്ട് മിക്സ് ചെയ്ത് ഇറക്കി വെക്കുക. അപ്പോൾ നമ്മൾ മസാല റെഡി ആയി വന്നപ്പോഴേക്കും കുക്കറിൽ നമുക്ക് ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ, ചൂടാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി ഞാൻ ചൂടാറട്ടെ കേട്ടോ, നമുക്ക് മസാലയിൽ മിക്സ് ചെയ്യാൻ. അപ്പോഴേക്കും നമുക്ക് ഉന്നക്കായിലേക്കുള്ള കൂട്ട് തയ്യാറാക്കാം. അതിന് കുറച്ച് പാന് ചൂടാക്കിയതിലേക്ക് കുറച്ച് തേങ്ങയും 2-3 ഏലക്കായും ചേർത്ത് നല്ല ഒന്ന് വറവ് ചെയ്തെടുത്തിട്ട് അതിലേക്കൊരു കോഴിമുട്ട് ആഡ് ചെയ്തെടുക്കുക. 2-3 കോഴിമുട്ട കേട്ടോ, 2 മതി. ഞാൻ 3 എടുത്തതാണ്, തേങ്ങ കുറവായതിനെക്കൊണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് നമ്മളെ മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് കോഴിമുട്ടയും തേങ്ങയും കൊണ്ട് നല്ലൊന്ന് ഉപ്പേരി പോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴേക്ക് നമ്മളെ പഴം വെന്തുണ്ട്. അപ്പോൾ പഴത്തിന് അടുത്ത് മാറ്റാണ്, ഒന്ന് ചൂട് തണിഞ്ഞിട്ടൊന്ന് മിക്സിയിൽ അടിക്കാൻ വേണ്ടിയിട്ടോ. അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് അടിച്ച് കട്ട്ലേറ്റിനുള്ള മസാല തയ്യാറാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ചിക്കനും കൂടി നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉന്നക്കായ്ക്ക് വേവിച്ച് വെച്ച പഴം ഉണ്ടല്ലോ, അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചൂടോടെ തന്നെ നമുക്കത് അടിച്ചെടുക്കണം. ചൂടാറുന്നതിന് മുന്നേ തോലൊക്കെ കളഞ്ഞതാ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോകാം കേട്ടോ. പഴമൊക്കെ നമ്മൾ അടിച്ചെടുത്ത് നമ്മൾ പഴമൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഞാനൊന്ന് കട്ടൊക്കെ ഉടച്ചൊന്ന് കുറച്ച് നെയ്യൊക്കെ കൂട്ടി കുഴച്ചെടുത്ത് ഏതാ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മക്കളെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മക്കൾ പിന്നെ മസാല ആക്കി കൊടുത്താൽ മതി, പോലെ റെഡിയാക്കി തരും. 2 ആളും കൂടി 3 ആളുണ്ട് കേട്ടോ, ചെറുതുണ്ട്. ചെറുതിന് അവൻ്റെ ഐഡിയ ഒക്കെ അനുസരിച്ച് ഉണ്ടാക്കണം. അപ്പോൾ കട്ട്ലേറ്റ് റെഡിയായി. അതിൻ്റെ മസാല നൂർത്തി പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. കോഴിമുട്ടയും ബ്രെഡൊക്കെ കൊടുക്കണം. അപ്പോൾ ഉന്നക്കായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കൈമ കൊടുത്ത് അവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ കൊടുക്കണത് കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഉന്നക്കായൻ്റെ ഷേപ്പ് പറഞ്ഞിട്ട് ഞങ്ങളൊന്നും വിചാരിക്കൊന്നും വേണ്ട കേട്ടോ, മക്കളുണ്ടാക്കണമല്ലേ, ഓർക്ക് ഓല കൊണ്ടാണ് മതി. ഓരുണ്ടാക്കി തന്നാൽ നോമ്പ് നോറ്റ് ഉണ്ടാക്കുകയാണല്ലോ, 2 ആൾക്കും നോമ്പാണ്. അപ്പോൾ ഉന്നക്കായ് മോനതാ ഉന്നക്കായ് ഫസ്റ്റായിട്ട് വേണം ഉണ്ടാക്കുകയാണ്. കട്ട്ലേറ്റ് പിന്നെ നോമ്പൊക്കെ വരുമ്പോൾ ഓലെന്നാണ് ഉണ്ടാക്കല്. പക്ഷെ പ്രാവശ്യം എന്തോ അവർക്ക് ഷേപ്പൊന്നും അങ്ങ് റെഡി ആയിട്ടില്ല. അപ്പോൾ ഉന്നക്കായ് ഉണ്ടാക്കി കൊണ്ടിരിക്കണം, നീണ്ടിട്ട് ഉരുണ്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ അതപ്പോഴേക്കും 2ാമത്തെ ആൾക്ക് ഞാൻ കോഴിമുട്ട ബ്രെഡൊന്ന് ക്രഷ് ചെയ്തെടുത്ത് അതുപോലെ കോഴിമുട്ടയൊന്ന് ഉപ്പും കുരുമുളകൊക്കെ ഇട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടോ. എന്താ ഓനിതാ അതിലൊക്കെ മുക്കി വെക്കുകയാണ്. അപ്പോൾ അവർക്ക് ചെറിയൊരു പണി കൊടുക്കണ്ടേ, വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കച്ചറ കളിക്കാൻ പോകുമ്പോട്ട് ക്ഷീണം കൊണ്ടായിരിക്കും ഓല് 3 ഇങ്ങനെ അടിയതാ. ആ കട്ട്ലേറ്റും റെഡി ആയിട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് പൊരിക്കാനുള്ളൂ. അതുപോലെ തന്നെ ഇതാ ഉന്നക്കായും റെഡി ആയിട്ടോ. ഒരു 2 ഉന്നക്കായും കട്ട്ലേറ്റൊക്കെ റെഡിയാക്കി തന്ന്. അതിന് ഞാനിവിടെ അടുക്കളയിൽ പത്തിരിൻ്റെയും കറിൻ്റെയൊക്കെ പണിയിലാണ്. ആ പിന്നെ നോമ്പിന് ചോറ് വേണ്ട, പളിച്ചതൊക്കെ പത്തിരിയാണ് മക്കൾക്ക് വേണ്ടത്. പിന്നെ ഞങ്ങളും പത്തിരി തന്നെ തിന്നു, ഞങ്ങൾക്കായിട്ട് പിന്നെ ചോറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പത്തിരിയും കറിയും ഞാനും ആക്കുന്നുണ്ട്, ഓലയുടെ കട്ട്ലേറ്റും ഉന്നക്കായി ഓലും ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു സമാധാനമാണല്ലോ കയ്യിന് ഒരാളുണ്ടാകണത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം പത്തിരി റെഡിയായി കേട്ടോ. പത്തിരി റെഡിയായി കൊണ്ടിരിക്കുന്നു. പത്തിരിൻ്റെ പണി തീരാനായി. അപ്പോൾ കറി ആദ്യം ആക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറിയാണ്, ചിക്കൻ കറിയും പത്തിരി അങ്ങനെ റെഡിയായിട്ടോ. അപ്പം നമുക്ക് പലഹാരമൊക്കെ പൊരിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ നിസ്കരിച്ച് വന്ന് എന്താ പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം. ഫസ്റ്റ് ഉന്നക്കായ് പൊരിക്കാം കേട്ടോ. കട്ട്ലേറ്റ് പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ എണ്ണ ഒന്നിനും പറ്റൂലല്ലോ. അപ്പം നമുക്ക് ആദ്യം ഉന്നക്കായ് പൊരിച്ചെടുക്കാം. മക്കളും ഉണ്ട് ഒപ്പം തന്നെ എടുത്തു തരാനും പിടിക്കാനും ജ്യൂസ് അടിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. പുറത്തെ ഗ്യാസമ്മ ചായ വെച്ചിരിക്കുന്നു. അപ്പോൾ അതാ ഉന്നക്കായ് റെഡിയായി. ഉന്നക്കായ് പൊരിച്ചെടുത്ത് കേട്ടോ. നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ കട്ട്ലേറ്റും പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടാം. അപ്പോൾ കട്ട്ലേറ്റിന് ഉന്നക്കായ്ക്ക് ഷേപ്പൊന്നുമില്ല കേട്ടോ, മക്കളുണ്ടാക്കണമല്ലോ, ചെറിയ മക്കളല്ലേ, അവരെ കൊണ്ട് കഴിയും പോലെ അവരെ ഉണ്ടാക്കി തന്നിക്കുന്നു. അപ്പോൾ അതാ കട്ട്ലേറ്റും പൊരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ വേഗം മിൽക്ക് സർബത്ത് ഉണ്ടാക്കാം കേട്ടോ. കുടിക്കാനുള്ള വെള്ളം കുറച്ച് നന്നാരിയും പാലും നമ്മളെ കസ്കസും ഒക്കെ ഇട്ടുകൊണ്ട് പഞ്ചസാര ഇട്ട് കുടിക്കാനുള്ള വെള്ളം റെഡിയാക്കി വെച്ച് അത് മിൽക്ക് സർബത്തിൻ്റെ ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് ഞങ്ങൾ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും കാണണം പോയിട്ട്. പിന്നെ ഇവിടെ ആദ്യം തന്നെ ചായ വേണം എല്ലാവർക്കും കേട്ടോ. നോമ്പ് തുറക്കുമ്പം തന്നെ അത് നല്ല പാൽ ചായ ഉണ്ടാക്കി ചായയൊക്കെ ഒഴിച്ച് കാരക്ക നോമ്പ് തുറക്കാൻ എടുത്ത് വെച്ചേക്കുന്നത് പത്തിരി കട്ട്ലേറ്റ് അപ്പോൾ എല്ലാം അങ്ങ് റെഡിയായി ടേബിളിൽ കൊണ്ടുവന്ന് വെക്കുമ്പോഴേക്ക് ബാങ്കും കൊടുത്തിട്ടോ. ഓലൊക്കെ തന്നെ എടുത്ത് വെക്കണത് 3 ആളും കൂടി. നമ്മൾ കറിയും പത്തിരിയും പലഹാരവും ചായയും എല്ലാം കൊണ്ടുവന്ന് വെക്കും. എൻ്റെ മൂത്ത മോനെ എല്ലാം സൈമോന്
എല്ലാം ഒരുമിച്ചും കഴിക്കാറാ, പിന്നെ എനിക്കൊന്നും കഴിക്കാൻ വേണ്ട. പിന്നെ ത്രാവി ഞാൻ അങ്ങനെയൊക്കെ എടുക്കാട്ടോ ചെയ്യാം. അതാ മക്കളൊക്കെ നോമ്പ് തുറന്ന്, ചെറിയ ആളുണ്ട്, എല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറക്കാണ് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഒന്നാമത്തെ നോമ്പ് വളരെ സന്തോഷത്തിലും പ്രായത്തിലും പഠിച്ചവനാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഒന്നാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ. അപ്പോൾ അസ്സലാമു അലൈക്കും. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ.